പക്ഷെ അവരുടെ പ്രത്യക്ഷ സമരം എവിടെയാണെന്ന് ചോദിച്ചാൽ അവരെവിടെയും കാര്യമായിട്ട് സമരം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഒരു ദിവസം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കുറച്ച് കുട്ടികൾ പോയി സമരം ചെയ്തത് ഒഴിച്ചാൽ ഈ വിഷയത്തിലും അവർക്ക് ആത്മാർത്ഥമായിട്ടുള്ള ഒരു എതിർപ്പില്ല. എന്തുകൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങളെല്ലാവരും ഈ ഒരു സംരംഭത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളത് ഇതിനോടകം നമ്മളാരും പറയാതെ തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ചില ആളുകൾ താത്വികമായി ചോദിക്കും, ബ്രൂവറി എതിർക്കപ്പെടേണ്ട ഒരു കാര്യമാണോ? എല്ലാ സംസ്ഥാനങ്ങളിലും പല സംസ്ഥാനങ്ങളിലും ബ്രൂവറി ഇല്ലേ? ഈ രാജ്യത്തെ ആളുകൾ മദ്യം കഴിക്കുന്നില്ലേ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. പക്ഷെ അത് നമ്മുടെ മലമ്പുഴക്കാരോട് പാലക്കാടുകാരോട് വന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എതിർപ്പ് ജനങ്ങൾക്കിടയിൽ ഉയർന്നു വരാൻ കാരണം? ഇപ്പം മിനിഞ്ഞാന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറത്തുവിട്ട കണക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലല്ല, ഇന്ത്യയിൽ ജില്ല ഒന്ന് പാലക്കാടാണ്. അതിരൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നം ഇവിടെ ഉണ്ട്. അപ്പം മനുഷ്യന് കുടിക്കാൻ വെള്ളമില്ല, ആളുകൾ നെട്ടോട്ടം ഓടുകയാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ പിടിപ്പുകേട് കാരണം ജൽജീവൻ മിഷൻ പദ്ധതി സ്തംഭിച്ചിരിക്കുന്നു. ഈ ഒരു പ്രദേശത്തെ ഡാമിനെ കേന്ദ്രീകരിച്ച് ജില്ലയിലാകെ നൂറുകണക്കിന് പഞ്ചായത്തുകളിൽ കുടിവെള്ളത്തിന് ആശ്രയിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ ഭൂഗർഭജലം ഊറ്റുന്നില്ല, പുഴയിലെ വെള്ളമേ എടുക്കുന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾ ഭൂഗർഭജലം ഊറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. പക്ഷെ ഇപ്പൊ പറയുന്ന ന്യായം ഞങ്ങൾ ഡാമിലെ പുഴയിലെ വെള്ളം എടുക്കുള്ളൂ. പുഴയിലെവിടെ വെള്ളം എടുക്കാനുള്ളത്? ഈ കമ്പനി അറിയാലോ, ദില്ലി മദ്യനയ കേസിൽ ഉൾപ്പെട്ട കമ്പനിയാണ്. ഈ കമ്പനി ഇന്ത്യയിലെ ഏറ്റവും കുപ്രസിദ്ധമായിട്ടുള്ള ഒരു ഷേഡി കമ്പനിയാണ്. ഇവരുടെ പേരിൽ നിരവധി ആരോപണങ്ങൾ വളരെ വസ്തുതാപരമായിട്ടുണ്ട്. ഒട്ടേറെ നിയമവ്യവഹാരങ്ങൾ ഇവർക്കെതിരെ നടക്കുന്നുണ്ട്. ഇവർ ഭൂഗർഭജലം ഊറ്റിയെടുത്ത് അതിൽ വിഷം കലക്കിയതിന്റെ പേരിലുള്ള കേസുകൾ പോലും ഈ കമ്പനിക്കെതിരായിട്ടുണ്ട്. ഈ കമ്പനി കൃത്രിമമായ പല കാര്യങ്ങളും, നിയമവിരുദ്ധമായ പല കാര്യങ്ങളും ചെയ്തതിന്റെ പേരിൽ കുപ്രസിദ്ധി ആർജിച്ചിട്ടുള്ള കമ്പനിയാണ്. ഈ കമ്പനി ഒരു ഫ്രോഡ് കമ്പനിയാണ് എന്നുള്ളത് പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തുതയാണ്. അതുകൊണ്ട് രാജേഷും കൃഷ്ണൻകുട്ടിയും പറയുന്നത് പച്ചക്കള്ളമാണ്. അവർ ഈ കമ്പനിയുടെ മറവിൽ മറ്റു പല താല്പര്യങ്ങൾക്കും വേണ്ടിയാണ് നിൽക്കുന്നത്. ഇതിന്റെ പിന്നിൽ വലിയ സാമ്പത്തിക ഇടപാടുകളുണ്ട്. ഇത് ഈ നാട്ടിലെ ജനങ്ങളെ ആകെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കമ്പനിയാണ്. ഇതിന്റെ പിന്നിൽ പല കാര്യങ്ങളും നടക്കുന്നത് സുതാര്യമായിട്ടല്ല. ജനങ്ങൾ എതിർക്കുന്നതിന്റെ ഒരു കാരണം ഇതാണ്. ഞങ്ങൾ ആ ജനകീയ സമരത്തിന് നേതൃത്വം നൽകുന്നതിന്റെ ഒരു കാരണം ഇതാണ്. മറ്റൊന്ന്, ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയുണ്ട്. അവർക്ക് ഈ കാര്യങ്ങളിലെല്ലാം ഒരു നിലപാടുണ്ടെന്നാണ് പറയുന്നത്. LDFന്റെ നയവ്യതിയാനമായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്. LDFന് എന്തെങ്കിലും നയമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് എന്തായാലും വേവലാതിയൊന്നുമില്ല. LDF എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതിനെല്ലാം എതിരായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ചില പാർട്ടികളുണ്ട്, അവർ കുരയ്ക്കും, പക്ഷെ കടിക്കില്ല. നന്നായി കുരയ്ക്കും, കടിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെയും ചില പാർട്ടികൾ LDFനുണ്ട്. എല്ലാ കാര്യങ്ങളിലും അവർ ബഹളം വെച്ചുകൊണ്ടേയിരിക്കും. അവസാനം പിണറായി വിജയന്റെ ഒറ്റ നോട്ടത്തിന് മുമ്പിൽ അവരുടെ കാലിന്റെ മുട്ടടിച്ച് അവർ പിന്മാറുന്ന ചരിത്രമാണ് നാം കണ്ടിട്ടുള്ളത്. CPI എന്ന് പറയുന്ന ഒരു പാർട്ടി നട്ടലില്ലാത്തൊരു പാർട്ടിയാണ്. ഇടതുമുന്നണി യോഗത്തിൽ ഞങ്ങൾ അങ്ങനെ പറഞ്ഞു, ഞങ്ങൾ എതിർപ്പ് രേഖപ്പെടുത്തി, ഞങ്ങൾ ഭയങ്കര പ്രതിഷേധത്തിലാണ്, ഞങ്ങൾ ഭയങ്കരമായ ആളാണ്. ബിനോയ് വിശ്വത്തിന്റെ ആൾക്കാർ എല്ലാ പത്രക്കാരെയും വിളിച്ചു പറയും, പത്രക്കാർ ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കും, CPIയിൽ പ്രതിഷേധം.
ഒരു ചുക്കുമില്ല. CPIക്ക് ഒരു പ്രതിഷേധവുമില്ല. പിണറായി വിജയൻ എന്ത് പറഞ്ഞാലും അത് കണ്ണുമടച്ച് അംഗീകരിക്കുന്ന നാണമില്ലാത്തൊരു പാർട്ടിയാണ്, നട്ടലില്ലാത്തൊരു പാർട്ടിയാണ് CPI എന്നുള്ള കാര്യം ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇത് ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. LDFിൽ തർക്കമാണ്, ബ്രൂവറി അനുവദിക്കില്ല, ഞങ്ങൾക്ക് ജീവനുള്ളിടത്തോളം കാലം ഞങ്ങൾ എതിർക്കും എന്നൊക്കെയുള്ളത് ഈ പ്രദേശത്തെ ആളുകളെ വഞ്ചിക്കാനുള്ള നീക്കമാണ്. ഇത് വളരെ ആസൂത്രിതമായിട്ട് നല്ല തയ്യാറെടുപ്പുകളോടുകൂടി കൃത്യമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളോടുകൂടി നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ്. കോൺഗ്രസിനെയും നിങ്ങൾ വിശ്വസിക്കേണ്ട. എല്ലാ കാര്യങ്ങളിലും കോൺഗ്രസ് പത്രസമ്മേളനങ്ങളിലും പ്രസ്താവനകളിലൂടെയുമുള്ള എതിർപ്പ് മാത്രമാണ് പ്രകടിപ്പിക്കുന്നത്. അവസാനം കോൺഗ്രസും സതീശനും ഇതിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കും. കാരണം UDFും കോൺഗ്രസും ഈ കാര്യങ്ങളിലെല്ലാം സമാനമായ നിലപാടുള്ളവരാണ്. LDF ഗവൺമെന്റിന്റെ കാര്യത്തെ പല കാര്യങ്ങളും എതിർക്കുകയും UDF അധികാരത്തിൽ വരുമ്പോൾ അത് നടപ്പാക്കുകയും ചെയ്യുന്ന ചരിത്രം നമ്മുടെ നാട്ടിലുണ്ട്. UDF സർക്കാർ ഇരിക്കുമ്പോൾ പല കാര്യങ്ങളും LDF എതിർക്കുകയും പിന്നീട് LDF വരുമ്പോൾ അത് നടപ്പാക്കുകയും ചെയ്യുന്ന ചരിത്രവും നമ്മുടെ നാട്ടിലുണ്ട്. ആശയപരമായ വലിയ ഭിന്നിപ്പൊന്നും പ്രയോഗത്തിൽ വലിയ എതിർപ്പുകളൊന്നും ഈ രണ്ട് മുന്നണികളും തമ്മിലില്ല. അടിസ്ഥാനപരമായി ഇതൊരു അഴിമതിയുടെ വിഷയമാണ്, പ്രകൃതി ചൂഷണത്തിന്റെ വിഷയമാണ്, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇതിവിടെ അനുവദിച്ചു കൊടുക്കാൻ ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല.